Hello, welcome to Market Discussion of the Day. Today, December 17, 2024, Tuesday ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റീറ്റെയിൽ സെയിൽസ് ഡേ ആണ്. സോ അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ ദിവസത്തെയും പോലെ ഒരു റിമൈൻഡർ എന്താ വെച്ചാൽ നമ്മളുടെ അടുത്ത ബാച്ച് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനിയും ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ആ ക്ലാസ്സുകൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, നമുക്ക് ഇന്ന് ഒരു ഫണ്ടമെൻ്റൽ ഡേ എന്നല്ല, ഒരു എന്താ പറയുക, ഫണ്ടമെൻ്റലിൻ്റെയും ടെക്നിക്കൽ ഒരു ഹാഫ് ഡേ നമുക്ക് ടെക്നിക്കൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ നമുക്ക് വൈകുന്നേരം വരെ ട്രേഡ് എടുത്ത് പോകാൻ പറ്റും. കാരണം വൈകുന്നേരം ഇന്ത്യൻ ടൈമിംഗ് UK ടൈമിംഗ് ഉച്ചയ്ക്ക് 1:30 മണിക്ക് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. അപ്പം റീറ്റെയിൽ സെയിൽസ് ഇപ്പം എന്താ പറയുക, ഭയങ്കര വലിയൊരു വോളറ്റാലിറ്റി. ഇപ്പം സാധാരണ റീറ്റെയിൽ സെയിൽസിൻ്റെ അന്ന് മാറി നിൽക്കണം എന്നായിരിക്കും ഞാൻ പറയുന്നത്, അല്ലേ? പക്ഷേ ഇന്നത്തെ ദിവസം മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഈ റീറ്റെയിൽ സെയിൽസിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള സമയത്ത് ഒരു മണിക്കൂർ മുന്നേ ആയിട്ടൊക്കെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയാൽ മതിയാവും എന്നുള്ളതാണ്. ഓക്കെ, കാരണം നാളെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് വരാനിരിക്കുന്നത് കൊണ്ടിട്ടാണ് എന്താ പറയുക, ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞത്. കാരണം നാളെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. ഓക്കെ, സോ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത് UK ടൈമിംഗ് 7 മണിക്ക്, അതായത് ഇന്ത്യൻ ടൈമിംഗ് ഓൾമോസ്റ്റ് 12:30 മണിയാണെന്നാണ്. 12:30 മണിക്കാണ് ഈ പറയുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. പക്ഷേ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് FOMC പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നാളത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു ഉച്ച വരെ എങ്കിലും ട്രേഡ് ചെയ്തതിനു ശേഷം മാറി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നാളെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമുക്ക് CPI ഉണ്ട്, യൂറോ സോണിൽ നിന്നുള്ള CPI ഉണ്ട്. സോ അത് യൂറോയിനെ ഉറപ്പായിട്ടും അഫക്റ്റ് ചെയ്യും. കാരണം യൂറോപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിൽ പുതിയൊരു ഗവൺമെൻറ്, പുതിയ പ്രസിഡന്റ് അധികാരത്തിലേറ്റു. ജർമ്മനിയിൽ പുതിയ എലക്ഷൻ നടക്കാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂറോയിൽ ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ഇന്നലത്തെ ദിവസമേ നമ്മൾ പറഞ്ഞു യൂറോയിൽ നിന്ന് ഈ ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു, അല്ലേ? സോ യൂറോയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം. ഓക്കെ, സോ അത് മാത്രമല്ല, നമ്മൾ ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മളെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗവൺമെൻറ് ഫോർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ജനുവരി 20 പുള്ളിക്കാരൻ പ്രസിഡൻ്റായിട്ട് എന്താ പറയുക വരുന്നത്. ഓക്കെ, അധികാരത്തിലേക്ക് എന്നൊക്കെ ആ ഒരു പൊസിഷൻ കിട്ടുന്നത് ജനുവരി 20 അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പുള്ളിക്കാരൻ നടത്തുന്ന ഓരോ പ്രസ്താവനകളും പുള്ളിക്കാരൻ എന്താ പറയുക, ഇപ്പം തന്നെ നല്ല രീതിയിലുള്ള ബിസിനസ്സുകാർക്കെല്ലാമായിട്ടുള്ളൊരു മീറ്റിംഗ് പുള്ളിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെയും എന്താ പറയുക, നമ്മളുടെ യൂറോയൊക്കെ നമ്മളെ പല കറൻസീസിനെയൊക്കെ അതിൻ്റെ പല കാര്യങ്ങളുമായിട്ട് അഫക്റ്റ് ചെയ്യാൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു കാരണവശാലും നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരം ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ USD JPY നോക്കുകയാണെങ്കിൽ അത് എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സംഭവത്തിനെ പോലെ നിൽക്കുകയാണ്. അപ്പം ഇന്നലെ 154 മുകളിലായിട്ടായിരുന്നു ഒരുപാട് സമയങ്ങളിൽ. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ടൈം നമുക്ക് ഓൾമോസ്റ്റ് ഒരു യൂറോപ്പ് ക്ലോസ് ആയതിന് ശേഷം ഓക്കെ ഉള്ള എല്ലാ ക്യാൻഡിൽസും 154 മുകളിലായിട്ടായിരുന്നു. അപ്പോൾ എന്നും പറഞ്ഞ് 154 മുകളിലായി എന്ന് നമുക്ക് പറയാനും പറ്റാത്തൊരവസ്ഥയിലാണ് JPY നിൽക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ഇന്നത്തെ ദിവസം JPY നിന്നും വിട്ട് നിൽക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഞാൻ കൺഫ്യൂസ്ഡ് ആണ് JPYയുടെ കാര്യത്തിനകത്ത്. അപ്പോൾ അതുകൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് റീറ്റെയിൽ സെയിൽസും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നല്ലൊരു റേറ്റ് കിട്ടും. ഒന്നെങ്കിൽ മുകളിലായിട്ടൊരു റേറ്റ് അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട്
ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, അല്ലെങ്കിൽ താഴെയായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, സോ തൽക്കാലം JPY-യിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറോയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്. യൂറോ എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്, എങ്ങോട്ടും ഒന്നും ഓടിയിട്ടില്ലാത്തൊരു മാർക്കറ്റാണ് യൂറോ എന്ന് പറയുന്നത്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം, GBPയിൽ ഇന്നലെ നല്ല സൂപ്പർ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. GBPയിൽ ഇന്നലെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഞാൻ GBPയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. GBP ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് 1.6070 ആ റേഞ്ചിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ഇന്നലെ ഓൾമോസ്റ്റ് 1.6900 വരെയൊക്കെയുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു $800 പ്രോഫിറ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ GBP തന്നത്. ഭയങ്കര നല്ല പ്രോഫിറ്റാണ്. ഇനിയും നമുക്ക് 1.2600 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബൈ ചെയ്ത് GBP സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം GBPയിലൊക്കെ ഒരു എന്താ പറയുക, നല്ല ലോട്ട് എടുത്ത് ചെറിയ മൂവ്മെൻറ്റ് വരാൻ നേരത്ത് നല്ല പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റുന്ന ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കറൻസിയാണ് GBP എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല GBPയിൽ നമുക്ക് ലോങ് ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഓരോ $100 GBP മേടിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എങ്ങനെ പോയാലും അടുത്തൊരു വർഷം, അടുത്തൊരു നവംബർ ഡിസംബർ സമയമാകുമ്പം 1.3800 ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് പോകും. ഓക്കെ, സോ കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ സമയത്ത് GBPയുടെ റേറ്റ് വന്നിട്ട് 1.2200 ആയിരുന്നു. ഓക്കെ, സോ അത് ഈ വർഷം 1.3500 വരെയൊക്കെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1300 പിപ്പിന് മുകളിലായിട്ട് GBP ഈ വർഷം സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതേപോലെ ഒരു ലോങ്ങർ ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് GBP 1.2500 കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാം. അപ്പോൾ അതാണ് GBPയിൽ എനിക്ക് പറയാനുള്ളത്. GBPയിൽ ഇപ്പം നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ചോയ്സസ് ആണ് ഇതൊക്കെ. ഷോർട്ടർ ടേമിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ടർ ടേം ചെയ്യാം, ലോങ് ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ GBP നമുക്ക് 1.2700 മുകളിലായിട്ട്, ഇപ്പം ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്തും 1.2700 മുകളിലായിട്ടാണെങ്കിൽ വീണ്ടും അവിടെ ബൈ ചെയ്ത് പോവാം എന്നുള്ളതാണ്. പക്ഷെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെയൊക്കെ ബൈ പൊസിഷൻ കിടക്കുന്നത് 1.2800 അവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. ഓൾമോസ്റ്റ് 400 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്, അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 400 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് GBPയിലുള്ളത്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്തായാലും ഗോൾഡ് അപ് ട്രെൻഡ് തന്നെയാണ്. ഒരു ബൈയിങ്ങും ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2645 ലെവലിൽ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതും നമ്മൾ ഒരു ലോട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ എത്രയാ 0.2 ലോട്ട് 2645 എടുക്കുക. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും താഴോട്ട് വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 0.2 ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ തൽക്കാലം സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ 2630 നമുക്ക് വേണമെങ്കിൽ ബാക്കി പൊസിഷൻ എടുക്കാം. ഓക്കെ, 0.8 പൊസിഷന് നമുക്ക് 2630 വീണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഓക്കെ, അതിനുശേഷം അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് 2622 താഴെയായിട്ട് ഇടേണ്ടി വരും എന്നുള്ളത് അതിനകത്തുള്ളൊരു എന്താ പറയുക ഡീമെറിറ്റാണ്. കാരണം ഭയങ്കര എന്താ പറയുക വലിയൊരു സ്റ്റോപ്പ് ലോസ് ആയി പോകും അത്. ഓക്കെ, സോ അല്ല മുകളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 2660 ക്രോസ് ചെയ്താൽ നമുക്ക് വീണ്ടും 0.3 ബൈ എടുത്തതിന് ശേഷം 2680 ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള 0.5 ലോട്ടും എടുത്ത് 1 ലോട്ടാക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ പോയാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത് 2730 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടും. ഉറപ്പായിട്ടും 2730 വരെ മാർക്കറ്റ് എത്തും എന്നുള്ളതാണ്. പക്ഷെ അത് ഇന്ന് എത്തുമോ, അല്ലെങ്കിൽ ഈ ആഴ്ച എത്തുമോ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എത്തുമോ, അല്ലെങ്കിൽ അടുത്ത മാസം എത്തുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. 2730 നിന്ന് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സ് ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ അവിടുന്ന് നമുക്ക് സെല്ലെടുത്ത് നല്ലൊരു മൂവ്മെൻറ്റ് എടുക്കാൻ പറ്റാവുന്നതുമാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഗോൾഡിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് നാളെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പം ഭയങ്കരമായ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവും. മാർക്കറ്റിൽ നിന്ന് നാളത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക
എന്ന് വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. അത് ഓക്കെ, നാളെ ഫാർമസി ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര ലോ മൂവ്മെൻ്റ് ആയിരിക്കും, സ്ലോ മൂവ്മെൻറ്റ്. ഐ മീൻ റീറ്റെയിൽ സെയിൽസ് അതിന് അത്രമാത്രം വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല. എങ്കിലും മാർക്കറ്റാണ്, സൂക്ഷിക്കുക. മാർക്കറ്റ് ആ ഒരു സമയത്ത് വാച്ച് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് മാക്സിമം മാറി നിൽക്കാം. ഓക്കെ, നല്ല ഓപ്പർച്യൂണിറ്റി അല്ലാതെ തന്നെ മാർക്കറ്റ് നമുക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ബാക്കിയുള്ള ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്ത ബാച്ചിൽ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതുള്ളതാണ്. ഞാൻ ഉറപ്പായിട്ടും ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനുമായിട്ട് നമുക്ക് ഉറപ്പായിട്ടും നാളെ കാണാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.